അള്ളാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞൊരു വിഷയമാണ് നമ്മളിവിടെ കേട്ടതുപോലെ വലനബുലുവന്നകും എന്നുള്ളത്. ഈ ആയത്ത് അവതീർണമാകുന്നത് വിശുദ്ധ മദീനയിൽ. മുഹാജിറുകൾ അൻസാറുകൾ വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ഉണ്ടായിരിക്കെ അവരിലാണ് ഇറങ്ങുന്നത്. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ ജീവിതത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വളരുന്ന ആ മഹത്തുക്കളുടെ വിഷയത്തിൽ അവരോട് അന്ന് ഓതി പഠിപ്പിച്ചതും അവരെ അറിയിച്ചതുമായൊരു വിഷയമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങളുടെ രീതിയും അതിൻ്റെ ഭാവവും അതിൻ്റെ മേഖലയും അത് വ്യത്യസ്തങ്ങളായി ഉണ്ടാകും. അത് പേടി മൂലം, പട്ടിണി മൂലം, ആൾനഷ്ടത്തിൽ, സാമ്പത്തിക നഷ്ടത്തിൽ, അതേപോലെ കായ്കനികൾ, ഫലങ്ങൾ, പഴങ്ങൾ, കൃഷികൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന കമ്മിയും കുറവും നിമിത്തം ഇങ്ങനെയൊക്കെ പലവിധ പരീക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ദുനിയാവിൻ്റെ പ്രത്യേകത ഇതാണ്. ക്ഷമിച്ച് സഹിച്ച് സഹിഷ്ണുത അവലംബിച്ച് കഴിയുക. അവർക്ക് സന്തോഷിക്കാനും അവർക്ക് ആശ്വസിക്കുവാനും വകുപ്പുകളേറെയാണ് വേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഈ പരീക്ഷണങ്ങളോട് പ്രതികരിച്ച് ഒരു വിശ്വാസി തൻ്റെ ആദർശത്തെ മങ്ങാതെ മായാതെ കാത്തു സൂക്ഷിക്കുക. അങ്ങനെ പരീക്ഷണങ്ങളോട് പ്രതികരിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യങ്ങൾ അവതരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രശംസിക്കും. ഇങ്ങനെ തുടങ്ങി അതിൻ്റെ സവിശേഷതയും പ്രത്യേകതയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സഹാബത്തിനെ ഓതി കേൾപ്പിച്ചു എന്നുള്ളതാണ്.